ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇതൊരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. UAE മാത്രമല്ല വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരുടെ അഭിമാന മുഹൂർത്തം. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന് വിശിഷ്ടാതിഥിയായി എത്തിയത് അബുദാബി കിരീടാവകാശിയും UAE സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യ UAE ദൃഢബന്ധത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ സന്ദർശനം. ഇതൊരു ചരിത്രമാണ്, പഴയകാല ചരിത്രം. ഇന്ത്യയും UAEയും തമ്മിലുള്ള പഴയകാല ബന്ധത്തിൻ്റെ ഓർമ്മ ചിത്രങ്ങൾ. അതിവേഗതയിൽ വളർന്നു കഴിഞ്ഞ പുതിയ നാഗരികത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള ഹാർദവമായ സൗഹൃദ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളർച്ചയുടെ വിസ്മയം സൃഷ്ടിക്കും മുമ്പുള്ള UAEയുടെ ചരിത്രത്തിൽ ഇന്ത്യ ഒരു ഭാഗമായിരുന്നു. വ്യാപാര വാണിജ്യ മേഖലയിലെ ആത്മമിത്രങ്ങളായിരുന്നു പഴയകാലങ്ങളിൽ ഇന്ത്യയും UAEയും. ഇന്ത്യൻ കറൻസിയായിരുന്നു UAEയുടെ കറൻസി. സാമൂഹിക സാംസ്കാരിക വാണിജ്യ മേഖലയിലെ ദൃഢമായ ആത്മബന്ധം ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു, ശക്തമായി തന്നെ. കഴിഞ്ഞ 7 ദശാബ്ദക്കാലമായി ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ജീവിത വഴികൾ തുറന്നിട്ട ഗൾഫ് മേഖലയിലെ ഭരണാധികാരികൾ കാണിക്കുന്ന സൗഹൃദം ഏറെ പ്രസക്തമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ സാമൂഹ്യ സാംസ്കാരിക ബന്ധത്തിന് ഇപ്പോഴും വളരെയേറെ ദൃഢതയുണ്ട് എന്നതിന് തെളിവാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന് ഇന്ത്യ നൽകിയ ആദരവ്. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ട അറബിക്കഥയുടെ പുതിയ കഥാമുഖമാണിത്. ഇത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. പഴയ അറബിക്കഥയിലെന്ന പോലെ ഇന്നും ഗൾഫ് രാജ്യങ്ങൾ സമ്പത്ത് രാജ്യങ്ങളാണ്. വർണ്ണാഭമായ സ്വപ്നങ്ങൾ പോലെ പ്രൗഢം, സുന്ദരം, ആകർഷകം. ആ അറബ് നാട്ടിൽ നിന്നുമാണ് ഒരു രാജകുമാരൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. അബുദാബി കിരീടാവകാശിയും UAE ഉപ സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. ഇതൊരു ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ കേവലമായ ചരിത്ര മുഹൂർത്തം മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾക്കടക്കമുള്ള കാര്യങ്ങൾക്കായി UAE ഗവൺമെൻറ് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത്. റെയിൽ, ഗതാഗതം, തുറമുഖം, വിമാനത്താവളം തുടങ്ങിയ മേഖലകളിലാണ് ഈ നിക്ഷേപം. തീർച്ചയായും ഇന്ത്യയും UAEയും തമ്മിലുള്ള ദൃഢബന്ധത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു ധാരണാപത്രമാണ് ഒപ്പിട്ടത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അബുദാബി കിരീടാവകാശിയും UAE ഉപ സർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന് ഉജ്ജ്വല വരവേൽപ്പാണ് വിമാനത്താവളത്തിൽ നൽകിയത്. പ്രോട്ടോകോൾ മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രൗഢോജ്വലവും വർണ്ണ ശബളിമർദ്ദമായ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതോടെ എന്താണ് ഇന്ത്യ, എന്താണ് ഇന്ത്യയുടെ ശക്തി എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ബോധ്യം ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. ഷെയ്ഖ് മുഹമ്മദിന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകി. തുടർന്ന് രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഷെയ്ഖ് മുഹമ്മദിനോടൊപ്പം മന്ത്രിമാരും പ്രതിരോധം, സുരക്ഷ, ഊർജം, കൃഷി, ബഹിരാകാശ സഹകരണം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖരും എത്തിയിരുന്നു. 7500 കോടി ഡോളറിൻ്റെ സംയുക്ത നിധി രൂപീകരിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന കരാറിലും ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 അബുദാബിയിലെത്തിയപ്പോൾ കീഴ്വഴക്കങ്ങൾ മറികടന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സഹോദരന്മാർക്കൊപ്പം വിമാനത്താവളത്തിലെത്തി വരവേറ്റിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴ്വഴക്കങ്ങൾ മറികടന്നുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദിന് വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകിയത്. 2017 ജനുവരി 26 ഇന്ത്യയുടെ 68ാമത് റിപ്പബ്ലിക് ദിനം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ദശകോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ആത്മാഭിമാന ദിനം. ലോകരാഷ്ട്രങ്ങളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങ്. ഷെയ്ഖ് മുഹമ്മദിനെ വിശിഷ്ടാതിഥിയായി വരവേറ്റപ്പോൾ ആഹ്ലാദവും സന്തോഷവും നൽകിയ ആ ആദരവിനെ ഷെയ്ഖ് മുഹമ്മദ് സഹർഷം സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഹത്തായ സ്നേഹാദരത്തിൻ്റെ പുതിയ മുഖം. രാജ്യത്തിൻ്റെ സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും നേട്ടങ്ങളും പ്രകടമാക്കി 68ാമത് റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. രാജ്പഥിൽ നടന്ന പരേഡിൽ ഷെയ്ഖ് മുഹമ്മദ് ആയിരുന്നു മുഖ്യാതിഥി. കര, നാവിക, വ്യോമസേനകൾ അണിനിരന്ന പരേഡിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി അഭിവാദ്യം സ്വീകരിച്ചു. മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായരാണ്
പരേഡിൽ വ്യോമസേനയെ നയിച്ചത്. ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനം LCA തേജസ്, ദേശീയ സുരക്ഷാ സേനയുടെ വാഹനമായ ഷർപ്പ, ദീർഘദൂര പീരങ്കി ധനുഷ് എന്നിവയുടെ അരങ്ങേറ്റ പ്രദർശനവും പരേഡിൽ നടന്നു. NSGയുടെ 60 കമാൻഡോകളും ആദ്യമായി പരേഡിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളുടെ തനത് കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വിവിധ സർക്കാർ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പരേഡിനെ വർണ്ണാഭമാക്കി. ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും പ്രകടമാക്കിയ റിപ്പബ്ലിക് ദിന പരേഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാന് പുതിയ അനുഭവമായിരുന്നു. മതത്തിന്റെ പേരിൽ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിനെ ഇന്ത്യയും UAEയും അപലപിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെ ഭീകരതയ്ക്കെതിരെ സന്ദേശം നൽകിയത്. മറ്റു രാജ്യങ്ങൾക്കെതിരെ ഭീകരത വളർത്തുന്നത് ന്യായീകരിക്കാൻ മതത്തെ രാജ്യങ്ങളടക്കം ചൂഷണം ചെയ്യുന്നതിനെ അപലപിക്കുന്നുവെന്ന് സംയുക്ത പ്രസ്താവന വ്യക്തമാക്കി. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് സാമുദായിക വംശീയ നിറം കൊടുക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനെയും സംയുക്ത പ്രസ്താവന അപലപിച്ചു. UAEയുടെയും ഇന്ത്യയുടെയും വാണിജ്യ വ്യവസായ സംഘം നടത്തിയ ആലോചനാ സെഷൻ അതേറെ ശ്രദ്ധേയമായി. വിവിധ മേഖലകളിൽ എങ്ങനെയൊക്കെ നിക്ഷേപം നടത്താം, എന്തൊക്കെയാണ് ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തുമ്പോഴുള്ള പ്രയാസങ്ങൾ, UAE ഗവൺമെൻറ് ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപമാണ് ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെ വേണം, ഏതു തരത്തിൽ വേണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന യോഗം യഥാർത്ഥത്തിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ വ്യവസായ ബന്ധത്തിന് കൂടുതൽ വ്യാപ്തി നൽകുന്നതായി മാറി. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യയുമായുള്ള ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് UAE. ഏകദേശം $60 ബില്യൺ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വാർഷിക വ്യാപാരം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജീവിക്കുന്ന രാഷ്ട്രം കൂടിയാണിത്. ഏകദേശം 26 ലക്ഷം ഇന്ത്യക്കാരാണ് UAEയിൽ തൊഴിലെടുക്കുന്നത്. $15 ബില്യൺ വർഷം പ്രതി പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. വ്യാപാര കരാറിന് പുറമെ ഇന്ത്യയുടെ ദേശീയ പശ്ചാത്തല വികസന നിക്ഷേപ സന്നിധിയിൽ UAE നിക്ഷേപം നടത്തും. പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തവും ചർച്ചയായി. റെയിൽവേ, തുറമുഖം, വിമാനത്താവളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ UAE നിക്ഷേപം നടത്തും. $7,500 കോടി പദ്ധതിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 5 സുപ്രധാന കരാറുകളടക്കം 16 കരാറുകളിലാണ് ഇന്ത്യയും UAEയും ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഈ സന്ദർശനത്തോടെ ഒപ്പുവെച്ചത്. 68ാം റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് ശേഷവും ഇന്ത്യയും UAEയും തമ്മിൽ 16 കരാറുകൾ ഒപ്പുവെച്ചതിനു ശേഷവും ഇന്ത്യൻ ജനത പ്രകടിപ്പിച്ച സ്നേഹവും ബഹുമാനവും ഏറ്റുവാങ്ങിക്കൊണ്ട് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ തിരികെ പുറപ്പെട്ടു. 40 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുടെ അഭിമാന മുഹൂർത്തമായി ഈ മഹത്തായ സന്ദർശനം മാറുകയാണ്. വാണിജ്യ വ്യവസായ മേഖലകളിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമ്പോൾ തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ 40 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഇത് ഏറെ ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഔദ്യോഗിക സംഘത്തിൽ 3 മലയാളികളാണ് ഉണ്ടായിരുന്നത്. MK ഗ്രൂപ്പ് MD MA യൂസഫ് അലി, VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിൽ, ആസ്റ്റർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ ഇന്ത്യ സന്ദർശനത്തിനെക്കുറിച്ച് പ്രമുഖ വ്യവസായിയും MK ഗ്രൂപ്പ് MDയുമായ MA യൂസഫ് അലി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ ചീഫ് ഗസ്റ്റായിട്ടാണ് ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അവരുടെ എത്തിയത്. അദ്ദേഹം അറബ് ലോകത്തെ തന്നെ ശക്തനായ ഒരു നേതാവാണ്. UAEയുടെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അറബ് ലോകത്ത് വലിയ പ്രസക്തിയുണ്ട്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രോട്ടോക്കോൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി UAEയിൽ വന്നപ്പോൾ അബുദാബിയിലും ബഹുമാനപ്പെട്ട ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പ്രോട്ടോക്കോൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് 5 സഹോദരന്മാരോടൊപ്പം, എന്ന് വെച്ചാൽ 5 സഹോദരന്മാരെന്ന് പറഞ്ഞാൽ 2 ഉപപ്രധാനമന്ത്രിമാരടക്കമുള്ള സഹോദരന്മാരോടൊപ്പം രാജകുടുംബത്തിലെ എല്ലാ മെമ്പർമാരടക്കം പോയിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അതൊക്കെ നല്ലൊരു, ഇതുവരെയും 10-30 കൊല്ലമായിട്ട് ഒരു
ബന്ധത്തിൽ ഒരു ഉണർവുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു ഉണർവ് ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. $75 ബില്യൺ അന്നും ഇന്നും UAE കമ്മിറ്റ് ചെയ്തു. അതിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് മേഖലയിൽ അടക്കം എല്ലാ മേഖലകളിലും UAE ഇപ്പം ഇന്നലെ കരാറുകൾ ഒപ്പിട്ടപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അടക്കം സ്പേസ് റിസർച്ച് അടക്കം പല മേഖലകളിലും UAEയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഡിപ്ലോമാറ്റിക് റിലേഷൻ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഡിപ്ലോമാറ്റുകളുടെ വിസയുടെ കാര്യത്തിലും ഒപ്പിടുകയുണ്ടായി. അപ്പോൾ അറബ് ലോകവുമായിട്ട് ഇന്ത്യ വലിയൊരു അടുപ്പത്തിലേക്കാണ് പോകുന്നത്. കാരണം അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെക്കാളും റഷ്യയെക്കാളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലത് ഇന്ത്യയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യം മുതലെടുക്കേണ്ടത് നമ്മളാണ്. ആയതുകൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മീറ്റിങ്ങിലും ഇൻവെസ്റ്റ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് കമേഴ്സും എല്ലാവരും അവതരിപ്പിക്കുകയുണ്ട്. അതനുസരിച്ച് അറബ് ബിസിനസ്സുകാർ തന്നെ ഗ്രൂപ്പുകളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പല മേഖലകളിലും. അപ്പോൾ ഇത് വലിയൊരു തുടക്കമാണ്. അതുകൂടാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അറബ് മേഖല കൊണ്ടാണ് നമ്മുടെ കേരളം ജീവിക്കുന്നത്. അതില്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഷെയ്ഖ് മുഹമ്മദിൻ്റെ സന്ദർശനത്തിൽ ഔദ്യോഗിക സംഘത്തിലുണ്ടായ VPS ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിൽ ഗൾഫും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെയധികം എന്താ പറയുക ഒരു ഏറ്റവും ഒരു മാക്സിമം പീക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ രണ്ടാമത്തെ ഒരു GCC ഭരണാധികാരിയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഗൾഫിനും ഇന്ത്യക്കും അതുപോലെ UAE അതുപോലെ സൗദി എല്ലാ തര രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ടുള്ള കൂടുതൽ സഹകരണം ഇനി ആവശ്യമാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് ചോദ്യം. ഇത്രയും മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം സ്നേഹബന്ധങ്ങൾ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് മലയാളികളും പ്രവാസികളൊക്കെ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ബന്ധം ഇനിയും നന്നാവണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഔദ്യോഗിക സംഘത്തിലെ മറ്റൊരു അംഗമായ ആസ്റ്റർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ 35 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇന്ത്യ പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നത്. ഇപ്പോൾ 2.5 മില്യൺ ആൾക്കാർ 25 ലക്ഷം ആൾക്കാർ ഇന്ത്യക്കാർ അവിടെ ഉണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ആൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി മോഡിയുടെ സന്ദർശനത്തിലാണ് ഈ ഒരു ബന്ധം ഊഷ്മളമായതും അതിനുശേഷം അത് മുന്നോട്ട് പോയതും. അപ്പോൾ ഇതിൽ വലിയൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ എഗ്രിമെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗം, ആ ഒരു വാംത്ത് ഓഫ് റിലേഷൻഷിപ്പ് നമ്മളൊന്നാണ് എന്നുള്ളത് തോന്നുന്നത്. പണ്ടൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു 100% ആ ഒരു ഊഷ്മളത ഉണ്ടായിരുന്നില്ല, തിരിച്ചും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ടാണ് അതിലൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദിന്റെ സന്ദർശനം ഇന്ത്യ UAE വ്യാപാര വാണിജ്യ മേഖലയെ ദൃഢപ്പെടുത്തുമെന്ന് UAE എക്സ്ചേഞ്ച് ഗ്ലോബൽ പ്രസിഡന്റ് സുധീർ കുമാർ ഷെട്ടി പറഞ്ഞു. ഞങ്ങളെ ഈ റിലേഷൻഷിപ്പ്, ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ സ്ട്രാറ്റജിക് ലെവലിലേക്ക് എത്തി എന്ന് പറയാം. അപ്പോൾ സ്ട്രാറ്റജിക് ലെവലിൽ പോകുമ്പോൾ ഈ ട്രേഡ് ആൻഡ് കോമേഴ്സ് മാത്രമല്ല, മറ്റുള്ള ഈ ഡിഫൻസും സ്പേസും ടെക്നോളജിയും ഇതിലെല്ലാത്തിലും ഇനിയിപ്പം ഒരു റിലേഷൻഷിപ്പും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരാൻ പോകുന്നതാണ്. ഇതല്ലാതെ ഞങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ ഞങ്ങൾക്ക് ഒരു $3.5 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സുകളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഉണ്ട്, ടെലകോം, റോഡ്, പവർ, പോർട്സ്, വാട്ടർവേസ്, ഡിഫൻസ്, ഇതിലെല്ലാത്തിലും ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു അവസരം. അതും ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പല മേഖലയിൽ ഇപ്പോൾ 100% ആക്കി. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള കുറേ പ്രൊജക്ട്സ്, കുറേ ഏരിയാസ് ഇപ്പോൾ അനൗൺസ് ചെയ്തു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ ഞങ്ങൾക്കിനിപ്പോൾ കാണാൻ പോകുന്നതാണ്. തീർച്ചയായിട്ട് ഞങ്ങൾ ആദ്യ റിലേഷൻഷിപ്പ് ഒരിക്കലും ആ ഒരു കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒരു സംശയമില്ല അതിൽ. പുതിയ നൂറ്റാണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ വികസന വളർച്ചയുടെ നൂറ്റാണ്ടാണെന്നും ഇന്ത്യയിൽ ഇനിയും നിക്ഷേപം നടത്താൻ UAE തയ്യാറാണെന്നും UAE സാമ്പത്തിക മന്ത്രി സുൽത്താൻ സയ്യിദ് അൽ മൻസൂരി പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീടെത്തിയത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണത്ത് നടന്ന
സൗഹൃദ പങ്കാളിത്ത സെമിനാറിൽ പ്രധാനമായും പങ്കെടുത്തത് UAE സാമ്പത്തിക കാര്യ മന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂറിയായിരുന്നു. വികസന വിപ്ലവം ലക്ഷ്യമിട്ടുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടത്തിയ 2 ദിവസത്തെ രാജ്യാന്തര പങ്കാളിത്ത ഉച്ചകോടിയിലാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. UAE ഉൾപ്പെടെയുള്ള 50 ലോകരാജ്യങ്ങളിലെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളായിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിരുന്നു ഈ 23ാമത് പങ്കാളിത്ത ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് സ്ഥിരതയുള്ള സാമ്പത്തിക വ്യാപാര വളർച്ചയ്ക്ക് എങ്ങനെ ഒന്നിച്ച് മുന്നേറാം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഇന്ത്യൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, കേന്ദ്രമന്ത്രിമാരായ വെങ്കയ്യ നായിഡു, നിർമ്മല സീതാരാമൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ ഉച്ചകോടിയിൽ സംബന്ധിച്ചു. UAE വിവിധ വകുപ്പ് മന്ത്രിമാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇതിനൊരു രാജ്യതന്ത്രപരമായ മാനം കൂടിയുണ്ട്. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും ഒപ്പത്തിനോടൊപ്പം ഉയർന്നു പോകുന്നു എന്ന ചരിത്രപരമായ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് UAE ഗവൺമെൻറ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ശാക്തിക സൗന്ദര്യം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. മറ്റൊരു കാര്യം, ഇന്ത്യൻ പ്രവാസി സമൂഹം, വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം, ആ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആദരവ് മാത്രമല്ല, പ്രസക്തമായ ഒരു കാര്യം കൂടി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. എന്താണ് ഇന്ത്യൻ പ്രവാസി സമൂഹം രാജ്യത്തിന് നൽകുന്നതെന്നും രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് എന്ത് ലഭിക്കും എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരികയാണ്. ആർത്രൈറ്റിസിൻ്റെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ആർത്രൈറ്റിസിൻ്റെ അവയർനെസ് കൂടുന്നുണ്ട്. സോ ഒരു ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്താലോ, എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞാലോ, ഉണ്ടോ, ആർത്രൈറ്റിസ് ആണോ അതോ വേറെ എന്തെങ്കിലും വേദനയാണോ, എന്താണ് രോഗം, അതറിയാനുള്ള ആകാംക്ഷ കൂടുതലുണ്ട്, അവയർനെസ് കൂടുതലുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് അതൊക്കെ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ ജോയിൻസിൻ്റെ വേദനയാണ്. ഇൻ ഇംഗ്ലീഷ് ആർത്രൈറ്റിസ് റിഫേഴ്സ് ടു പെയിൻ ഓർ ഇൻഫ്ലമേഷൻ ഇൻ ദ ജോയിൻസ്. നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ അത് പ്രായമായുള്ളവരിൽ മാത്രം വരുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, കുട്ടികൾക്ക് കൂടെ ആർത്രൈറ്റിസ് വരാം. 1 വയസ്സുള്ള കുട്ടിക്ക് വരെ ആർത്രൈറ്റിസ് കാണാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതാണ് കോമണസ്റ്റ് ഫോം ഓഫ് ആർത്രൈറ്റിസ്. അത് കൂടുതലും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. അതും ആ പ്രൈം ഏജ് 20s, 30s, 40s നമ്മുടെ ആ പ്രൈം പാർട്ട് ഓഫ് our life when we have to lead a productive life, ആ സമയത്താണ് ഇത് നമ്മളെ ബാധിക്കുന്നത്. അതല്ലാതെ പുരുഷന്മാരിൽ, അതും യങ് വിമൻ 20s, 30s ഒരു തരം ആർത്രൈറ്റിസ് ഉണ്ട്. അത് ബാക്ക് പെയിൻ ആയിട്ട് തുടങ്ങുന്നത്. അതിനാണ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ബാക്ക് പെയിൻ കോമൺ പോപ്പുലേഷനിൽ വളരെ കോമൺ ആണ്, ഒരു 80 to 90%. പക്ഷേ സ്പോണ്ടൈലോ ആർത്രൈറ്റിസും ബാക്ക് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് പെയിൻ, ബാക്ക് സ്റ്റിഫ്നെസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്ക ലക്ഷണങ്ങൾ. സോ ഒരു 5% ബാക്ക് പെയിൻ ഉള്ളവർക്ക് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് ഉണ്ടാവാം. സോ ചെറിയ പ്രായമുള്ളവർ ബാക്ക് പെയിൻ ഉണ്ട്, ഒരു 3 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ, നമ്മുടെ ഡിസ്ക് റിലേറ്റഡ് ബാക്ക് പെയിൻ എന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ പാടില്ല. അതൊരു ആർത്രൈറ്റിസ് ആവാം. പോയി ചെക്കപ്പ് ചെയ്ത് അതുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിൽ തെറ്റില്ല. അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആർത്രൈറ്റിസ് ഉണ്ടെന്ന് വെച്ച് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതശൈലികളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അത് അനുകൂലമായിട്ട് നമ്മൾ നടന്നാൽ പിന്നെ ആർത്രൈറ്റിസിന് നമുക്കുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാം. സോ ഏർലി ഡിറ്റക്ഷൻ and timely intervention can prevent the disability and deformities due to arthritis. പൊതുവായി കാണപ്പെടുന്ന വാദം എന്ന് പറയുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനം. അത് എല്ലാവർക്കും വരാം. പ്രായമാവുമ്പം അത് കൂടുതൽ. ഇപ്പോൾ ഒരു 80 ഇയേഴ്സിന് മേളിൽ നോക്കിയാൽ എല്ലാവർക്കും തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണും. ഈ നമ്മുടെ ഏജിങ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷെ ചിലപ്പോൾ അത് ചെറിയ പ്രായത്തിലും ഉണ്ടാവും. എസ്പെഷ്യലി സ്പോർട്സ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, ചില ആക്ടിവിറ്റീസ് കാരണം ഏതെങ്കിലും ഒരു ജോയിൻറ്റിന് റെപ്പറ്റേറ്റീവ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ആ ജോയിൻറ്റ്സിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പെട്ടെന്ന് സംഭവിക്കാം. അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വെയർ ആൻഡ് ടെയർ റിലേറ്റഡ് ജോയിൻറ്റ് ഡിസീസാണ്.
സോ ഒരു 50 വയസ്സിന് ശേഷമാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. സോ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ചില മെഷേഴ്സ് നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിയാൽ ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഇഫക്റ്റിനെ നമുക്ക് എത്ര പറ്റുമോ അത്ര ഡിലേ ചെയ്യാം. സന്ധിവാതം അല്ല, മുട്ട് തേയ്മാനം ഓർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, വെയർ ആൻഡ് ടെയർ. ഇപ്പം കണ്ണിൽ നമുക്ക് കാറ്ററാക്ട് വരാം. 80 ഇയേഴ്സിന് മേളിൽ നോക്കിയാൽ എല്ലാവർക്കും തന്നെ കാറ്ററാക്ട് ആണ്. അതേപോലെ തന്നെയാണ് ഇറ്റ് ഈസ് എൻ അൺഅവോയ്ഡബിൾ തിങ്. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ആർത്രൈറ്റിസ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് ഇറ്റ് എഫക്ട്സ് യുവർ ഡെയിലി ലൈഫ്, ഇറ്റ് എഫക്ട്സ് യുവർ മൊബിലിറ്റി, അല്ലേ? ഒരു മനുഷ്യന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു എക്സിസ്റ്റൻസ്? സോ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ അങ്ങനെ നമ്മൾ അതിൻ്റെ ഇഫക്റ്റ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒത്തിരി അഡ്വാൻസ്ഡ് ആവുകയാണെങ്കിൽ പിന്നെ സർജിക്കൽ കറക്ഷന് പോകേണ്ടി വരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനങ്ങൾ നാം ഇന്ത്യക്കാർക്ക് സ്വന്തം ജന്മദിനങ്ങൾ പോലെയാണ്. ലോകത്തെവിടെയാണെങ്കിലും നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നത് വൈകാരികതയും യാഥാർത്ഥ്യവുമാണ്. ഓരോ സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിനങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം സ്വന്തം രാജ്യത്തോടുള്ള പ്രതിപത്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇതിൽ മതജാതി വ്യത്യാസമില്ല. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രത്യേക രാജ്യമല്ല നമ്മുടെ ഭാരതം എന്നത് അറിയുന്നവരാണ് നാം ഇന്ത്യൻ ജനത. അത് പ്രവാസ ലോകത്തിൽ വളരെ ശക്തവുമാണ്. ഇന്ത്യൻ പ്രവാസി സമൂഹം ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുമ്പോഴും ഈ വിശ്വാസം, ഈ ദാർഢ്യം നിലനിൽക്കുന്നു. ഒരു രണ്ടാം വീട് എന്ന രീതിയിൽ ജീവിതോപാധികൾ കണ്ടെത്താനുള്ള ഗൾഫ് രാജ്യങ്ങളുള്ള സ്നേഹവും പ്രതിപത്തിയും നിലനിർത്തുകയും ചെയ്യുന്നു. 2017 റിപ്പബ്ലിക് ദിന ചടങ്ങ് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവുന്നതല്ല. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.